ഓപ്പറേഷൻ സിന്ദൂറിനോടൊപ്പം പാകിസ്ഥാന്റെ പേരിനൊപ്പം കേട്ട മറ്റൊരു പേരാണ് ബലൂചിസ്ഥാൻ. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ ക്രൂര പീഡനത്തിനും അടിച്ചമർത്തലിനുമെതിരെ സായുധ പോരാട്ടം നടത്തുകയായിരുന്നു അവർ. ഈ 2 ദിവസങ്ങൾക്ക് മുൻപ് അവർ സ്വതന്ത്ര പ്രഖ്യാപനവും നടത്തി. പ്രമുഖ ബലൂച്ച് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ മിർ യാർ ബലൂച്ച് ആണ് പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതായി പ്രഖ്യാപനം നടത്തിയത്. അതിനു പിന്നാലെ ശ്രദ്ധേയമാവുകയാണ് ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ 2 ഹിന്ദു ക്ഷേത്രങ്ങൾ. ഹിന്ദു ആരാധനാലയങ്ങളായ ഹിംഗ്ലാജ് മാതാ ക്ഷേത്രവും കടാസ് രാജ് ക്ഷേത്രവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്നും മികച്ച രീതിയിൽ നിലനിൽക്കുന്ന ചുരുക്കം ചില ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഹിംഗ്ലാജ് മാതാ ക്ഷേത്രം. ഹിംഗോൾ ദേശീയോദ്യാനത്തിനുള്ളിൽ ഖീർത്താർ പർവ്വത നിരകളിലെ ഒരറ്റത്താണ് ഈ ക്ഷേത്രമുള്ളത്. ഹിംഗാൾ നദിയുടെ തീരത്തുള്ള ഒരു പർവ്വത ഗുഹയിലെ ദുർഗയുടെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു രൂപമാണിത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കായി ഈ സ്ഥലം വിശ്വാസികൾക്കിടയിൽ ഏറെ പ്രസിദ്ധമായിട്ടുണ്ട്. ബലൂച്ചികൾ തങ്ങളുടെ സായുധ പോരാട്ടം ശക്തമാക്കുകയും ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഈ മേഖലയിലെ ഈ പുരാതന ക്ഷേത്രങ്ങൾക്ക് ഇന്ത്യയുമായുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധമാണ് വീണ്ടും ശ്രദ്ധേയമാകുന്നത്. ബലൂചിസ്ഥാനിലെ ലാസ്ബെല ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിംഗ്ലാജ് മാതാ ക്ഷേത്രമാണ് അതിൽ പ്രധാനം. ഹിന്ദുമതത്തിലെ 51 ശക്തിപീഠങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ഹിംഗ്ലാജ് ശക്തിപീഠ് എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദു പുരാണം പറയുന്നതനുസരിച്ച് സതിയുടെ തല വീണ സ്ഥലമാണിത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. വളരെ ശക്തിയുള്ള ദേവിയാണ് ഹിംഗ്ലാജ് മാത എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ദേവി നന്മ പ്രദാനം ചെയ്യുമെന്നും ആഗ്രഹങ്ങൾ സഫലമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഹിംഗ്ലാജ് മാതാ ദേവിയുടെ പ്രധാന ക്ഷേത്രമാണിത്. ഗുജറാത്തിലും രാജസ്ഥാനിലും ഹിംഗ്ലാജ് മാതാ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നിലവിലുണ്ട്. ഓരോ ശക്തിപീഠത്തിലും ശിവനെ ഭൈരവന്റെ രൂപത്തിൽ ആരാധിക്കുന്നു. ഹിംഗോൾ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളാൽ ചുറ്റപ്പെട്ടതുമായ ക്ഷേത്രം സിന്ധി, ബലൂച്ച് ഹിന്ദു സമൂഹങ്ങൾ ആരാധിക്കുന്ന ക്ഷേത്രമാണ്. ചില മുസ്ലിങ്ങൾ പോലും ദേവിയെ നാനിപീർ എന്ന് വിളിച്ച് ആരാധിക്കുന്നതായും പറയുന്നു. അതിനാൽ തന്നെ വെല്ലുവിളി നിറഞ്ഞതായാലും ആത്മീയമായി പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമായ ഹിംഗ്ലാജ് യാത്ര നിരവധി ഭക്തരെ ആകർഷിക്കുന്ന ഒന്നാണ്. അങ്ങനെ തന്നെ പാകിസ്ഥാനിൽ പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ചക്വാലിലുള്ള കടാസ് രാജ് ശിവക്ഷേത്രം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ കാരണം ഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ചരിത്ര പ്രാധാന്യമുള്ള ആത്മീയ കേന്ദ്രമാണ് ചക്വാലിലുള്ള കടാസ് രാജ് ശിവക്ഷേത്രം. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ പുരാതന ഹിന്ദു ക്ഷേത്രത്തിൽ കടാസ് കുണ്ട് എന്നറിയപ്പെടുന്ന ഒരു പുണ്യ തടാകമുണ്ട്. ഇത് സതിയെക്കുറിച്ചോർത്ത് ദുഃഖിച്ചപ്പോൾ ശിവൻ കരഞ്ഞതിൽ നിന്നും രൂപപ്പെട്ടതാണെന്നാണ് വിശ്വാസം. ചരിത്രപരമായ ഏറെ പ്രാധാന്യമുള്ള ഈ കടാസ് രാജ് ക്ഷേത്രം ഹിന്ദു വിദ്യാഭ്യാസത്തിന്റെയും തത്വചിന്തയുടെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇവിടെ സന്ദർശിച്ചിരുന്നുവെന്നും ആദി ശങ്കരാചാര്യരുടെ പഠിപ്പിക്കലുകളുമായി ഇത് ബന്ധപ്പെട്ടിരുന്നുവെന്നും വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഹിന്ദു ബുദ്ധമത ശൈലികളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. വിഭജനത്തിന് ശേഷം ക്ഷേത്രത്തിലെ ആരാധന കുറഞ്ഞുവെങ്കിലും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.